പാരാമെഡിക്കൽ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BASLP യെസ് അഥവാ യെസ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നുള്ള കോഴ്സ്. ഇതിന് ഏകദേശം 4 വർഷത്തെ ഡ്യൂറേഷനോട് കൂടെ വരുന്ന 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ അതെ നിർബന്ധിത ഇന്റേൺഷിപ്പും വരുന്ന ഒരു കോഴ്സാണല്ലോ. ഇനി അങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കോഴ്സും കൂടെയാണ്. അതെ അതെ. അതിപ്പോൾ പുതുതായിട്ടൊരു എമേർജിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് പറയാം. അധികം നമ്മുടെ ആളുകളൊന്നും പിന്നെ ശ്രദ്ധിച്ച് തുടങ്ങാത്തൊരു കോഴ്സ് കൂടെയാണ് BASLP എന്ന് പറയുന്നത്. പിന്നെ വളരെ കുറഞ്ഞ കോളേജുകളെ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും അതർ സ്റ്റേറ്റിലാണെങ്കിലും വളരെ കുറഞ്ഞ കോളേജുകളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് കുട്ടികൾ തന്നെ ഇതിന് ചേരുന്നുള്ളൂ. കോളേജുകളുടെ സീറ്റുകളും അത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. വളരെ കുറവ് സീറ്റുകളാണുള്ളത്. ഇപ്പോൾ നഴ്സിംഗിന് 60 സീറ്റുകളുള്ള ഒരു ക്യാമ്പസ് ആണെങ്കിൽ BASLP അവിടെ ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം 20 സ്റ്റുഡൻസ് ഒക്കെ അതിനുള്ള അംഗീകാരം അവിടെ കൊടുക്കുന്നുള്ളൂ അല്ലേ? കൊടുക്കുന്നുള്ളൂ, അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അധികം റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സാണ് ഈ BASLP എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഡ് കാണുന്നത് ബുദ്ധിമുട്ടാണ്, അതല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹോസ്പിറ്റൽ തിരക്കുകൾ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ, ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റുള്ള കുട്ടികൾക്കും BASLP നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, നേരത്തെ PCI പറഞ്ഞല്ലോ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ ഒരു അതോറിറ്റിയാണ്. 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, RCIയിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓഡിയോളജിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും. കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് എടുക്കുന്ന ആളുകൾക്ക് കുറച്ച് എന്താണ്, ഒരു സിമ്പതി എമ്പതി ഒക്കെ ഉള്ള ആളുകളായിരിക്കണം ഇത് എടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഇവരുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ട്രോക്ക് ബാധിച്ചിട്ട് കേൾവി ശക്തിയോ അതല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും. പിന്നെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾ, ധാരാളം പേഷ്യൻസ് നമുക്ക് ആവശ്യമാണ്. ഇത്രയും കുട്ടികളൊക്കെ ക്യൂർ ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും കൂടെ ആയിരിക്കും. അവരില്ലായിരുന്നെങ്കിൽ ഇവരുടെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്നുള്ളിടത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ സാധാരണ നിലയിലേക്ക്, അവരുടെ പഴയ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു BASLP പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സ്, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ പോലെ തന്നെ അലൈഡ് കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള PCB പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ കോഴ്സിന് കുറച്ചുകൂടെ, ഇപ്പോൾ ബയോസയൻസ് ആഗ്രഹിച്ചിട്ട് ബയോസയൻസ് കിട്ടിയില്ല എന്നിട്ട് എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BASLPയിൽ ഒരു കരിയർ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ PCM പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുക്കാൻ വേണ്ടി പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പക്ഷേ അതുപോലെയല്ല ഉണ്ടാവുക. എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50% മാർക്ക് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു 85% മുകളിൽ മാർക്കില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കൂടുതലായി, കാരണം സീറ്റുകൾ എണ്ണം കുറവാണല്ലോ. അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, അതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാം. അഥവാ കമ്പ്യൂട്ടർ സയൻസിലും മാത്സ് വരുന്ന, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വരുന്ന ഇതിനും അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ എന്തായാലും എബവ് 85 ഒക്കെ നോക്കിയാൽ മതിയാവും. അതെ.